ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഈസി സീനറി ഡ്രോയിങ്ങുമായിട്ടാണ്. ഇന്ന് നമുക്ക് വരച്ചാലോ? ആദ്യം നമ്മൾ ഡ്രോയിങ് ബുക്ക് അതാ പേപ്പറും എടുത്തിട്ട് ഇതുപോലെ ഒരു സ്പൈറൽ ലൈൻ വരച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ സ്കെയിൽ എടുത്തിട്ട് ഒരു വീട് വരയ്ക്കണം. നമ്മൾ സാധാരണ വരയ്ക്കുന്ന പോലത്തെ അങ്ങനത്തെ വീട് വരച്ചാൽ മതി. ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ വരയ്ക്കുക. എന്നിട്ട് ഇതേപോലത്തെ ഒരു വരച്ചിട്ട് ഇങ്ങനെ ആക്കുക. ഇത് വീടിൻ്റെ മേൽക്കൂരയാണ്. നല്ല വൃത്തിയിൽ വരയ്ക്കുക. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലേക്കും കൊടുക്കുക. എന്നിട്ട് അറിയാലോ, അതിനൊരു 3D ലുക്ക് കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് വരയ്ക്കുക. എന്നിട്ട് ബാക്കി വന്ന ഭാഗങ്ങളൊക്കെ മായ്ച്ച് കളയാം. നല്ല വൃത്തിയിൽ കോണൊക്കെ സെറ്റായിട്ട് വരയ്ക്കാം. അപ്പോൾ ഇതുപോലെ കിട്ടും. എന്നിട്ട് ഇവിടെ ഉള്ളത് നമ്മളിതുപോലെ ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോഴത്തെ വീടായില്ലേ? എത്ര സിമ്പിളായിട്ടാണ് നമ്മൾ വീട് വരച്ചേ. ഇതുപോലെ വരച്ചെടുക്കാം. എന്നിട്ട് ഇവിടെ നമ്മൾ വാതിൽ വരച്ചെടുക്കുക. ഫ്രണ്ട് ഡോറാണ് വരച്ചെടുക്കുന്നത്. എന്നിട്ട് ഈ ഭാഗങ്ങളിൽ നമ്മൾ 2 ജനലാണ് വരച്ചെടുക്കുന്നത്. ഇവിടെ ഒരു ജനൽ വരച്ചു കൊടുക്കുന്നുണ്ട്, അതിൻ്റെ അപ്പുറത്തും ഒരു ജനൽ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ വരച്ചെടുക്കണം. പിന്നെ ജനൽ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈന് കൊടുക്കാം കേട്ടോ. എനിക്കിപ്പോൾ പെട്ടെന്ന് എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റുന്ന ഡിസൈൻ ഇതായതുകൊണ്ട് ഞാനിത് വരയ്ക്കുവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുതന്നെ വരയ്ക്കാം, ഒരു പ്രശ്നവുമില്ല കേട്ടോ. ഇതുപോലെ ജനലൊക്കെ വരച്ചെടുക്കുക. എന്നിട്ട് ഈ ഒരു സൈഡിലായിട്ട് ഒരു കുഞ്ഞ് വട്ടം വരച്ചെടുക്കുക. ഇതാണ് നമ്മുടെ ചന്ദ്രൻ. എന്നിട്ട് നമ്മൾ ഈ വീടിൻ്റെ ബാക്കിലായി വരുന്ന പോലെ ഒരു തെങ്ങ് വരച്ചു കൊടുക്കുക. തെങ്ങ് വരയ്ക്കാനൊക്കെ എല്ലാവർക്കും അറിയില്ലേ? ഇതുപോലെ കുറച്ച് റിങ്ങൊക്കെ ഇട്ട് കൊടുത്തിട്ട് തെങ്ങ് വരയ്ക്കാം. തെങ്ങിൻ്റെ ഓല വരയ്ക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഇത് വരയ്ക്കുക. എന്നിട്ട് നമ്മൾ പതുക്കെ പെൻസിലിൻ്റെ മുന കൊണ്ട് ഇതുപോലെ ചെറിയ ഇതായിട്ട് വരച്ചു കൊടുക്കുക. ചെറിയ ലൈൻസ് വരച്ചു കഴിഞ്ഞാൽ ഇതാ സിമ്പിളായിട്ടുള്ള ഒരു ഓല സെറ്റായി. ഇതുപോലെ നമ്മൾ ഈ തെങ്ങിന് ഓല വരച്ചു കൊടുക്കുക. അങ്ങനെ ഇതുപോലെ തെങ്ങ് വരയ്ക്കാം. അതിന് ശേഷം വീട്ടിൽ നിന്ന് പോകാനുള്ളൊരു വഴി വരച്ചെടുക്കുക. വഴി വരയ്ക്കാൻ സിമ്പിളാണ്. വെറുതെ ഇതുപോലെ ഇങ്ങനെ വളച്ചൊരു വര വരയ്ക്കുക. ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ വരയ്ക്കാം. ഇത്രയേ ഉള്ളൂ വഴി വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഇനി മൊത്തം ഷെയ്ഡിങ്ങിലാണ് കളി. ഇതേപോലെ ഷെയ്ഡ് ചെയ്യാൻ പെൻസിൽ ഇങ്ങനെ ചെരിച്ച് വെച്ചിട്ട് ഇങ്ങനെ ഷെയ്ഡ് ചെയ്യുക. ഇങ്ങനെ 2 സൈഡും ചെയ്യുക. എന്നിട്ട് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്യുക. അപ്പോൾ ഇത് നല്ലൊരു ലുക്ക് കിട്ടും. ഇതുപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇതുപോലെ ബ്ലെൻഡ് ആക്കുക. എന്നിട്ട് ഈ വീടിൻ്റെ മേൽക്കൂരയ്ക്ക് ഇതുപോലെ ഷെയ്ഡ് ചെയ്യുക. വീടിൻ്റെ മേൽക്കൂര ഇതന്നെ ചെയ്താൽ മതി. ഇനി ഇത് ബ്ലെൻഡ് ആക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ഈ ചന്ദ്രനെ ഇതുപോലെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. അതിനെ സറൗണ്ട് ചെയ്തിട്ട് വേണം ഷെയ്ഡ് ചെയ്യാൻ. എന്നിട്ട് അത് ചെറുതായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. വല്ലാതെ വേണ്ട, ചെറുതായിട്ട്. ഇങ്ങനെ ചെറുതായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ തെങ്ങിൻ്റെ സൈഡിൽ ഇതുപോലെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി സീനറി റെഡി ആയിട്ടുണ്ട്. ഇതുപോലുള്ള വീഡിയോക്കായിട്ട് ടു ഫോളോ ആർട്ട് ആൻഡ് ഡാൻസ് വിത്ത് ശിവാങ്ക്.